അല്ല, അദ്ദേഹം തീർച്ചയായിട്ടും തെറ്റ് കണ്ടെത്തിയോ തിരുത്താൻ തയ്യാറാവുന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അത് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണം ചെയ്യുകയുള്ളൂ. പക്ഷേ ഇവിടെ പ്രതിപക്ഷം പലപ്പോഴും പറയാറുണ്ട്, കാരണം ഇവിടെ നടക്കുന്നത് ഗവർണർ മുഖ്യമന്ത്രി സർക്കാരും തമ്മിലുള്ള പോര് ഒരു ഒത്തുകളിയാണ് എന്നുള്ള ഒരു പ്രചരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു പരിധിവരെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, ജനങ്ങളും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഗവർണർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗവൺമെൻറ്റുമായിട്ട് ഒന്നാകും. തീർച്ചയായിട്ടും ഗവൺമെൻറ്റുമായിട്ട് ഒന്നായിട്ട് തന്നെ പോകണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനിപ്പോഴും. പക്ഷേ ഇപ്പോഴുള്ള സ്ഥിതി അതല്ല. എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇത്തരത്തിലുള്ള സർവകലാശാല ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രാജ്യത്ത് നിന്നുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലുള്ള ധൂർത്ത്, ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥാവിശേഷം കേരളത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങൾ 2001 AK ആന്റണി അധികാരത്തിൽ വന്നപ്പോൾ ധവളപത്രം പുറപ്പെടുവിച്ചു. നയനാരുടെ ഗവൺമെൻറ് കാലത്തുണ്ടായിരുന്ന വരവിത്ര, ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇത്ര. ഈ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോയതിനു ശേഷം 2016 ഈ പിണറായി വിജയൻ തന്നെ ധവളപത്രം പുറപ്പെടുവിച്ചു. എന്തുകൊണ്ട് 2021 ഇപ്പോഴൊരു ധവളപത്രം പുറപ്പെടുവിച്ചുകൂടാ? ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് എന്തുകൊണ്ട് പറയില്ല? കാരണം പണം മുഴുവനും പല രീതിയിലേക്ക് പോകുന്നു. ഇത്രയും ടാക്സുകൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം, പെട്രോളിന് പോലും ടാക്സ് അഡീഷണൽ സെസ് വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ മറ്റൊരിടത്തുണ്ടോ? അപ്പം ഈ വാങ്ങുന്ന പണം മുഴുവനും കട്ടുകൊണ്ടുപോയി ദുർവിനിയോഗം ചെയ്തപ്പോഴേക്കും അതിനെതിരെ അവർ പരാതി കൊടുത്തപ്പോൾ ഗവർണർ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചു. കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അനിവാര്യത ഉണ്ട്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് ഗവർണർ ഒരു കത്ത് കൊടുത്താൽ ആസ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അത് അക്നോളജ് ചെയ്യേണ്ട ഒരു ബാധ്യത ഗവൺമെന്റിനില്ലേ, ചീഫ് സെക്രട്ടറിക്കില്ലേ? മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഗവർണർക്ക് പല പരാതിയും കിട്ടും, അതിന് മറുപടി പറയാൻ ബാധ്യതയില്ല. ഇതാണോ ഒരു ഗവൺമെന്റ്? ഒരു ബൈ ഓർഡർ ഓഫ് ദ ഗവർണർ എല്ലാ ഉത്തരവ് ഇറങ്ങുമ്പോൾ ഗവർണറെ അന്ധകാരത്തിൽ നിർത്തിക്കൊണ്ട് അല്ല ഗവൺമെന്റ് പോകേണ്ടത്. ഇവിടെയുള്ള സാമ്പത്തിക പരിസ്ഥിതി ഗവർണറെ ബോധ്യപ്പെടുത്തണം. സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം മുമ്പിൽ കണ്ടുകൊണ്ട് ഗവർണർക്കെതിരെ തിരിച്ചുവിടുന്നതിന് വേണ്ടി അവർ പിടിച്ച കച്ചിത്തുരുമ്പാണ് നോമിനേഷൻ. എനിക്ക് ഗവർണർ നടത്തിയ എല്ലാ നോമിനേഷനെ കുറിച്ചുള്ള വ്യക്തമായ അനുകൂലമായ അഭിപ്രായമൊന്നുമില്ല. കാരണം ഗവർണർക്ക് ചാൻസലർ എന്ന നിലയിൽ നോമിനേഷൻ നടത്താനുള്ള അധികാരം ഉണ്ട്. മുമ്പ് റാംദുലാരി സിൻഹ നയനായിരുന്ന കാലത്ത് കരുണാകരൻ്റെ ലിസ്റ്റ് അനുസരിച്ച് നോമിനേഷൻ നടത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ പലേരി ഉൾപ്പെടെ പത്മഭൂഷൺ ശ്രീ കിട്ടിയ ഉൾപ്പെടെയുള്ളവരെ ഗവർണർ നോമിനേറ്റ് ചെയ്തു. ഗവർണറുടെ അധികാരം തന്നെയാണ്. ഗവൺമെൻറ് പറയുന്നത് കേൾക്കാം, യൂണിവേഴ്സിറ്റി പറയുന്നത് കേൾക്കാം, ഗവർണർക്ക് സ്വന്തമായിട്ടും ചെയ്യാം. കേരള സർവകലാശാല ചില നോമിനേഷൻ നടത്തിയതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, കോടതിയിൽ കേസുണ്ട്, കേസ് വരട്ടെ, അത് വിധി വരട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ ഗവർണറെ വഴി തടയാനായിട്ട് ഒരു മുഖ്യമന്ത്രി തന്നെ ഘടകകക്ഷിക്ക് അവരുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് അനുവാദം കൊടുക്കുക, മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കാം, ഗവർണറോട് പ്രതിഷേധിക്കേണ്ട മാന്യതയുണ്ട്. അല്ല, മുഖ്യമന്ത്രിയെ കണ്ട് കരിങ്കൊടി കാണിച്ചപ്പോഴേക്കും അവിടെ തലയടിച്ച് പൊട്ടിക്കുന്നുണ്ടായിരുന്നല്ലോ. അതേസമയം ഗവർണറെ കാരണത്ത് അറിയുന്നു. അത് ഗവർണറെ കുറിച്ച് വളരെ മോശമായ ഭാഷയിൽ ചാൻസലർ എന്ന നിലയിൽ സംസാരിക്കുന്നത് ശരിയാണോ? പ്രതിഷേധിക്കാം, ബാനർ കെട്ടാം, പക്ഷേ ഒരു മാന്യതയുണ്ട്. അപ്പോൾ അതല്ല, ആ അതിർവരമ്പ് വിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് പോലീസ് പോലും കൈ കെട്ടുന്നത്. അവർക്കെതിരെ ഒരു കോടതി ഒരു ശക്തമായ കേസ് പോലും എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പേരിൽ ഗവർണറെ ആക്രമിക്കുക, ലോ ആയുക്തയുടെ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചതിൻ്റെ പേരിൽ ആക്രമിക്കുക. ഗവർണർ രാഷ്ട്രപതിക്ക് ലോ ആയുക്തയുടെ ബില്ല് കേസ് ഞാൻ കൊടുത്തതാ. തീർച്ചയായിട്ടും ജലീലിൻ്റെ അവസ്ഥ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചപ്പോൾ ലോ ആയുക്തയെ സ്വാധീനിച്ചാണ് ജഡ്ജ്മെന്റ് വാങ്ങിച്ചത്. ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും രജിസ്റ്റേർഡ് നോട്ടീസ് പോയിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ധാർമ്മികമായി പോലും ഈ മുഖ്യമന്ത്രിക്ക് സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. അവിടെ ഗവർണറെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ പരസ്പര ബഹുമാനത്തോട് പോകാതെ ഈ രാജ്യത്ത് ഇന്നുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് കേന്ദ്രത്തിൽ നിന്നും പണം കിട്ടാത്തതാണെന്ന് വരുത്തി വയ്ക്കുകയും അതുവഴി ഗവർണറെ ആക്രമിക്കുക, ഗവർണറോട് കേന്ദ്രത്തിനെ ആക്രമിക്കുക. പക്ഷേ കേരളം സാമ്പത്തികമായി കടക്കണിയിലായി തകർന്നു, വിദ്യാഭ്യാസപരമായി തകർന്നു. അപ്പോൾ അതിനെ നേരെയാക്കാനായിട്ട് ആര് ശ്രമിച്ചാൽ അവരോടൊപ്പം വേണം ജനങ്ങൾ നിൽക്കാനായിട്ട്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് പകരം ഗവർണറെ ആക്രമിക്കുക, അല്ലെ ജനങ്ങളെ ആക്രമിക്കുക, വാസ്തവത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ ഇത്രയും കുത്തഴിഞ്ഞ അവസ്ഥയിലാക്കിയിരിക്കുന്നത് ഈ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.